നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. നമുക്കപ്പം MSK ഹാരിസ് നെന്മാറ. നമ്മൾ തുടർച്ചയായ 4 പരാജയങ്ങൾക്ക് ശേഷം മുംബൈ ഇന്ത്യൻസ് വിജയവഴിയിലെത്തിയിരിക്കുകയാണ്. ഇതാദ്യമായി ഹാരിസിലേക്ക് വരാം. ഞാൻ ആദ്യം MSKയിലേക്ക് പോകുന്നതിന് കാരണം വേറൊന്നുണ്ട്. ഇതാദ്യമായി MSKയുടെ ഒരു പ്രവചനം സത്യമായിരിക്കുകയാണ്. സംഭവം നമുക്കൊരിക്കലും ഒരു ചിത്രശലഭത്തെ പ്യൂപ്പ കാലഘട്ടത്തിൽ ഒരുപാട് കാലം ഇങ്ങനെ നിർത്താൻ കഴിയില്ല. കാരണം ഒരു സമയം കഴിഞ്ഞാൽ ആ പ്യൂപ്പ കാലഘട്ടത്തിൽ നിന്നും ചിത്രശലഭം ഉയർത്തെഴുന്നേറ്റ് പറക്കാൻ തുടങ്ങും. മുംബൈ ഇന്ത്യൻസ് ശരിക്കും ഇത് എഡിറ്റർ ഇത് കൃത്യമായിട്ട് അപ്പോൾ ഇതില് മുംബൈ ഇന്ത്യൻസ് നമുക്കറിയാം ഈ പരമ്പരയിലെ ഏറ്റവും ശക്തരായ ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ താരങ്ങൾ, കടലാസിൽ ഏറ്റവും വലിയ ശക്തരായ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ അവർ തോറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ശരിക്കും ഒരു റെസ്ലിംഗ് റിങ് പോലെയാണ്. അതായത് നമ്മളിപ്പം റെസ്ൽമാനിയ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു, ബ്രോക്ക് ലെസ്നർ വിരമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം തോറ്റ് പരാജയപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റെസ്ൽമാനിയക്ക് പകരം ഈ റോയൽ റംബിളിൽ ഒരുപാട് റെസ്ലേഴ്സ് വന്നിട്ട് ഒരു 30 റെസ്ലേഴ്സൊക്കെ വന്നിട്ട് ഈ റിങ്ങിൽ നിന്ന് ഈ ടൈറ്റിലിന് വേണ്ടി അടികൂടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ അതായത് റെസ്ലേഴ്സിൻ്റെ ഈ അടികൂടൽ മുംബൈ ഇന്ത്യൻസ് ശരിക്കും ഈ മനസ്സുകൊണ്ടെങ്കിലും അങ്ങനെ ഒരു രീതിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. അതായത് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ അവിടെ ഉണ്ട്, സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റനാവാൻ ആഗ്രഹമുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ട്, ജസ്പ്രീത് ബുംറ എന്ന ക്യാപ്റ്റൻ അപ്പോൾ ഹാർദിക് പാണ്ഡ്യ, സ്പാനർ, ഒരുപാട് പേര് ആ ടീമിലുണ്ട്. ഒരുപാട് വലിയ വലിയ പ്ലേയേഴ്സ് ഉണ്ട്. അവരുടെ ഈഗോയും മറ്റുമൊക്കെ ആയിട്ട് കൃത്യമായിട്ടും ഡെലിവർ ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നം, ഹാർദിക് പാണ്ഡ്യയുടെ ചില സമയത്തുള്ള ആനിമേറ്റഡ് ആർഗ്യുമെൻറ്റുകൾ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് ഈ കഴിഞ്ഞ മത്സരത്തിലും കണ്ടു, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രഗത്ഭരായ കളിക്കാർ ഈ റിങ്ങിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിന് കൃത്യമായും ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന നാടൻ പ്രയോഗം കൃത്യമായി നമുക്ക് കാണാൻ കഴിഞ്ഞ മത്സരങ്ങളായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് ഹാർദിക് പാണ്ഡ്യ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി ഞാൻ ചില ഹാർഡ് കോളുകൾ എടുക്കാൻ പോകുന്നു, ചില കടുത്ത തീരുമാനങ്ങൾ ഞാൻ എടുക്കുമെന്ന് പറയുന്നു. അദ്ദേഹം കടുത്ത തീരുമാനങ്ങൾ ചിലത് കഴിഞ്ഞ മത്സരത്തിൽ എടുക്കുകയും ചെയ്തു. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മ മാറി, റിക്കിൾട്ടൺ മാറി, പുതിയൊരു താരം വന്നു, മലേവർ എന്നുള്ള താരം വന്നു. അശ്വിനി കുമാറിനെ തിരിച്ചു കൊണ്ടുവന്നു. ട്രെന്റ് ബോൾട്ടിനെ പോലത്തെ ഒരാളെ മാറ്റി നിർത്തിയിട്ട് അശ്വിനി കുമാറിനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഡിസിഷനാണ്. കാരണം അശ്വിനി കുമാർ കഴിഞ്ഞ സീസണിലെ ഈ മുംബൈയുടെ ഒരു കണ്ടെത്തലായിരുന്നു. കഴിഞ്ഞ സീസൺ മുംബൈയുടെ 2 കണ്ടെത്തലുകളിലൊന്നായിരുന്നു വിഘ്നേഷ് പുത്തൂർ, ഒരു സ്പിന്നർ, നന്നായിട്ട് പന്തെറിഞ്ഞ മലയാളി താരം. അതുപോലെ അശ്വിനി കുമാറും കഴിഞ്ഞ സീസണിലെ ഒരു കണ്ടെത്തലായിരുന്നു. പഞ്ചാബിലെ മൊഹാലി സ്വദേശിയായിട്ടുള്ള ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ തന്നെ ഒരു 4 വിക്കറ്റ് പ്രകടനം കൊൽക്കത്തക്കെതിരെ നേടിയിരുന്നു. കൊൽക്കത്തക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം ഭീകരമായിട്ട്, അതായത് ഭീകരം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കേണ്ടി ഭീകരമാകുന്നുണ്ട്. അപ്പോൾ അശ്വിനി കുമാർ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് ആ 4 വിക്കറ്റ് പ്രകടനം ഒരു അരങ്ങേറ്റക്കാരൻ്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളൊന്നായിരുന്നു. കൊൽക്കത്തയെ തകർത്ത ഒരു പ്രകടനം ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിലും 8 മത്സരങ്ങളിൽ 14 IPL വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതായത് നിയർലി 2 വിക്കറ്റ്സ് ഇൻ എ മാച്ച് എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ നേടി പ്രതിഭ തെളിയിച്ച അശ്വിനി കുമാറിനെ ട്രെന്റ് ബോൾട്ടിനെ ഒഴിവാക്കിക്കൊണ്ട്, ട്രെന്റ് ബോൾട്ട് ലോകോത്തര ബോളറാണ്, ഒരുപാട് വർഷങ്ങളായി മുംബൈയുടെ ഫസ്റ്റ് ഓപ്പണിംഗ് ബോളറാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് അശ്വിനി കുമാറിനെ എടുക്കുന്നു. അത് അവിടെ തന്നെ ഈ ഒരു ബോൾഡ് ഡിസിഷനുകളിൽ ഒന്നാണ്. ഇനിയും ചില ബോൾഡ് ഡിസിഷനുകൾ എടുക്കേണ്ടിയിരിക്കുന്നു. സൂര്യകുമാർ യാദവിനെ പോലെയുള്ള ആൾക്കാരെ 15 പന്തിൽ 10 റൺസ് നേടി അദ്ദേഹം ഒരു ഫോം ഔട്ടിൻ്റെ കാലഘട്ടം, നോട്ട് ഔട്ട് ഓഫ് റൺസ് അല്ല, ഔട്ട് ഓഫ് ഫോം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ കാലഘട്ടം ഈ ലോകകപ്പിന് മുമ്പും അതിന് തൊട്ട് മുമ്പും. അതായത് ഒരൊറ്റ സീരീസിലാണ് ഫോമിലേക്ക് വന്നിട്ടുള്ളത്, ന്യൂസിലാൻഡ് സീരീസ്. അതിന് മുമ്പ് അതിനുശേഷം ലോകകപ്പിലും അദ്ദേഹം ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ ഒരു ഏതാണ്ട് 1 വർഷത്തോളം 1.5 വർഷത്തോളമുള്ള ഔട്ട് ഓഫ് റൺസ് അല്ല, ഔട്ട് ഓഫ് ഫോം തന്നെയാണ്. ഇനി ഒരുപക്ഷെ അങ്ങനെ ഒരു ഹാർഡ് കോൾ കൂടി, അങ്ങനെ ഒരു കടുത്ത തീരുമാനം കൂടി അദ്ദേഹം വരും മത്സരങ്ങളിൽ എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം മുംബൈ വിജയ വഴിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തിലക് വർമ്മ ഫോമിലേക്ക് എത്തുന്നു. തിലക് വർമ്മ ഒരു ഘട്ടത്തിൽ 21 പന്തിൽ 19 റൺസായിരുന്നു. പിന്നീടുള്ള 23 പന്തുകളിലാണ് അദ്ദേഹം ഏതാണ്ട് 80 റൺസോളം നേടിയിരിക്കുന്നത്. അപ്പം ഈ ഇടയ്ക്ക് സ്ട്രാറ്റജിക് ടൈം ഔട്ടിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ബീസ്റ്റ് മൂഡ് എന്നൊക്കെ പറയുമ്പോൾ മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനമായി ഏതാണ്ട് 100 റൺസിനാണ് മുംബൈ ജയിച്ചിരിക്കുന്നത് എന്നത് നോക്കുമ്പോൾ ഈ ടൂർണമെൻറ്റിലേക്കുള്ള ഒരു ശക്തമായ ഒരു വരവ് തന്നെയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പോയിന്റ് ടേബിളും ഒരുപാട്
ഒരുപാട് മുകളിലേക്ക് കയറ്റി. ഒരു സ്റ്റേറ്റ്മെന്റ് വിൻ തന്നെയാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ വിയറ്റ്നാം കോളനി സിനിമയിൽ റാവുത്തറിന് പിന്നെ മറ്റു ടീമുകളുടെയൊക്കെ അവസ്ഥ എന്നുള്ളത് ശരിക്കും പിന്നെ ഈ റാവുത്തറിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇരുമ്പ് ജോണ്, മറ്റേ ഒരുപാട് ശത്രുക്കൾ, മോഹൻലാലിന്റെ കഥാപാത്രം, അങ്ങനെ ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം എന്നുള്ളത് റാവുത്തറാണ് അവിടുത്തെ ശക്തൻ എന്നുള്ളതാണ്. അതായത് മുംബൈ എങ്ങനെയെങ്കിലും പുറത്തായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഈ 10 ടീമുകളിൽ 9 ടീമുകളും മുംബൈ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാരണം മുംബൈ എപ്പോഴും അപകടകാരിയായ ടീമാണ്. 5 തവണ കിരീടം നേടിയ ടീമാണ്. കപ്പടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ടീമാണ്. അപ്പൊ മുംബൈ ഫസ്റ്റ് തുടങ്ങുന്ന മുംബൈയാണ് ഏറ്റവും നന്നായി പേടിക്കേണ്ടതെന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. റാവുത്തറിനെ ഒരുവിധം കീഴ്പ്പെടുത്തുകയാണ്. ലാസ്റ്റ് തൊട്ടി കൊണ്ടൊക്കെ അടിച്ചിട്ടാണ് മോഹൻലാൽ കൊല്ലുന്നത്. അപ്പോ അങ്ങനെ വീഴട്ടെ എന്ന് വിചാരിച്ചു. അല്ല, റാവുത്തറിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നു. പക്ഷെ റാവുത്തർ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു പ്രതീതിയുണ്ട്. എല്ലാവരും അവിടെയൊക്കെ തെറിച്ചു വന്നൊരവസ്ഥ. മുംബൈക്ക് ഈ ജയം, അതായത് അവർ കാത്തിരുന്ന ഒരു ജയം ഇതായിരിക്കാനാണ് സാധ്യത. മറുവശത്ത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു 100 റൺസിന്റെ തോൽവി എന്ന് പറയുമ്പോൾ ഗുജറാത്തിന്റെ പിന്നെ ഫസ്റ്റ് 3 പേരല്ലാതെ മറ്റു ടീമുകളിലൊക്കെ 8 പേരെങ്കിലും ബാറ്റിങ്ങിൽ കെൽപ്പുള്ള ആൾക്കാരാണ്. ഗുജറാത്തിൽ ശരിക്കും ആദ്യ 3 പേരല്ലാതെ പിന്നെ അതിനുശേഷമുള്ളവരൊക്കെ ബാറ്റിങ്ങിൽ ഫ്ലോപ്പായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കാരണം ജോസ് ബട്ട്ലർ, സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ ഈ 3 പേരിൽ ഒതുങ്ങുന്നു. അതിനുശേഷമുള്ള പിന്നെ വാഷി ഫിലിപ്സ്, പിന്നെ നമ്മുടെ തെവാത്തിയ, ഷാറൂഖ് ഖാനും പിന്നെ തെവാട്ടിയൊക്കെ എന്താണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു തെവാട്ടി ആകെ ആ ഒറ്റ ഇന്നിങ്സിന്റെ പുറത്താണ് ഇത്രയും കാലം നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഭയങ്കര ഹൈപ്പിലും മറ്റുമൊക്കെ കൊണ്ടുവന്ന് ഇവർ മധ്യനിര അങ്ങ് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഗുജറാത്ത് ആ ഒരു 3 പേരിൽ നിന്നും പിന്നെ ഈ മറ്റുള്ളവരിൽ നിന്നും കൂടി സംഭാവന കിട്ടിയാൽ മാത്രമാണ് ഇവർക്ക് ജയിക്കാൻ കഴിയുള്ളൂ. അപ്പം ഈ 95 റൺസിന് തോറ്റു എന്നുള്ളത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺഫിഡൻസ് ഒരുപാട് തകരാൻ സാധ്യതയുണ്ട്. മുംബൈ തീർച്ചയായിട്ടും അവർ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. മുംബൈ ഫാൻ എന്നുള്ള നിലയ്ക്ക് വളരെ സന്തോഷത്തിലായിരിക്കും. 99 റൺസിൻ്റെ ഒരു വിജയം. ജസ്പ്രീത് ബുംറ വിക്കറ്റ് എടുക്കുന്നു. അത് ട്രാക്കിലേക്ക് എത്തി. ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് എടുക്കുന്നു. തിലക്, അതുവരെ മോശം ഫോമിലുണ്ടായിരുന്ന തിലക് ട്രാക്കിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരുപാട് പോസിറ്റീവുകളുണ്ട് ഈ ഒരു വിജയത്തിൽ. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ ഈ തിലക് വർമ്മയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ലോകകപ്പ് മുതൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് വിഷ്വൽ ഉണ്ടായിരുന്നു. പിന്നെ ജയചേട്ടൻ ചെന്നൈയിൽ മറ്റേ കളി പോയ സമയത്ത്, അതായത് ഈ ചെന്നൈയിലായിരുന്നില്ല, അത് ചെന്നൈയിലായിരുന്നില്ല. അത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഭയങ്കരമായിട്ട് പിച്ചിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നെറ്റ്സിലും അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. അഭിമന്യു മറ്റുമാണ് ഇതെടുത്ത് തോന്നുന്നു, വിഷ്വൽ എടുത്ത് തോന്നുന്നു. സൂരജോ മറ്റോ. അതായത് ബാറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് ബോൾ നേരിടാൻ കഴിയുന്നില്ല. അവസാനം സ്റ്റംപ് അടിച്ച് തെറിപ്പിക്കുന്ന അത്രയും ഫ്രസ്ട്രേഷനൊക്കെ കാണിക്കുന്ന ഒരു തിലകിനെ നമ്മൾ കണ്ടു. അവിടെ ഇന്ത്യ നടത്തിയ പ്രധാനപ്പെട്ട 2-3 ടാക്ടിക്കൽ ഷഫിളുകളുണ്ട്. ഒന്ന്, ഓഫ് സ്പിന്നർമാർക്കെതിരെ നമ്മുടെ ലെഫ്റ്റീസ് ഭയങ്കരമായി പരാജയപ്പെടുന്നു എന്ന് കണ്ട് സഞ്ജുവിനെ നമ്മൾ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കൊണ്ടുവന്നതിനൊപ്പം തന്നെ നമ്മൾ നടത്തിയ ഭയങ്കരമായ ഒരു ടാക്ടിക്കൽ ഷഫിളായിരുന്നു ഇദ്ദേഹത്തെ തിലക് വർമ്മയെ 3rd നിന്ന് മാറ്റി 5-ലും 6-ലൊക്കെ ഇറക്കാൻ തുടങ്ങിയെന്ന്. അതിൻ്റെ ഫലം നമ്മൾ സിംബാബ്വെക്കെതിരായ ആ നിർണായകമായ മത്സരം മുതൽ നമ്മളതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങി. അദ്ദേഹം സിംബാബ്വെക്കെതിരെ 20 ബോളിൽ 44 മറ്റോ എടുക്കുന്നുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജുവിനൊപ്പം നിർണായകമായൊരു 44 റൺസിൻ്റെ കൂട്ടുകെട്ട് ഉയർത്തുന്നുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ കുറഞ്ഞ റൺസിനാണ് ജയിക്കുന്നത്. ഇദ്ദേഹം അവസാനമായി ഇറങ്ങിയിട്ട് 7 ബോളിൽ 20 റൺസ് എടുക്കുന്നുണ്ട്. ആർച്ചറിൻ്റെ ഒരു ഓവറിൽ 3 സിക്സറൊക്കെ വായിക്കുന്നുണ്ട് തിലക് വർമ്മ എന്ന് പറഞ്ഞാൽ. ഈ സ്ട്രഗിളാണ് അദ്ദേഹം ഇവിടെ നമ്മൾ കണ്ടത്. ഇന്നലെ 5ാമത്തെ പൊസിഷനിലാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ മുംബൈയുടെ ടോപ്പ് ഓർഡർ മൊത്തം പൊളിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സീസണിൽ ഗുജറാത്തിൻ്റെ ഭയങ്കരമായ സ്ട്രെങ്ത്തുകളിലൊന്ന് അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കഴിഞ്ഞ മത്സരം മുതൽ നമ്മൾ അതായത് കഗീസോ റബാഡിയും സിറാജും ചേർന്ന് പവർ പ്ലേയിൽ 6 ഓവർ ഇവർക്ക് തന്നെയാണ് ഗില്ല് കൊടുക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അവർ ജയിക്കാനുള്ള സുപ്രധാനമായ കാരണം അതാണ്. കഗീസോ റബാഡിയും സിറാജും ചേർന്ന് 6 ഓവർ അങ്ങ് പൂർത്തിയാക്കുന്നു. ഡെത്ത് ഓവറിൽ അവർക്ക് 2 ഓവർ വീതം മാറ്റിവെക്കുന്നില്ല. പിന്നലത്തെ മത്സരത്തിലും സിറാജ് എക്കോണമിയിൽ ആദ്യത്തെ 3 ഓവറിൽ 15 റൺസാണ് വിട്ടു നൽകിയത്. എന്നാൽ റബാഡയാണെങ്കിൽ 3 വിക്കറ്റ് വീഴ്ത്തുന്നു. എന്നിട്ട് ഇവർ പവർ പ്ലേയിൽ അങ്ങ് മുംബൈയെ വരിഞ്ഞു മുറുക്കിയ സമയത്ത് വന്നിട്ടുള്ളൂ. പിന്നെ തിലക് വർമ്മ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടു. നമൻധീറാണ് കുറച്ചുകൂടി പിന്നെ സ്റ്റാൻഡ് ചെയ്ത് ഒന്ന് സ്കോർ ബോർഡ് ഒന്ന് നിലക്ക് നിർത്തിയത്. 20 ബോളിൽ 19 നിൽക്കുന്ന ഈ പറയുന്ന തിലക് വർമ്മ ശരിക്ക് പ്രസീദ് കൃഷ്ണയുടെ ഒരു ഓവറിലാണ് അങ്ങ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അപ്പം തന്നെ പിന്നെ ഗില്ല് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കഗീസോ റബാഡയ്ക്ക് ഒരു ഓവർ ബാക്കിയുണ്ട്, അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തിലക് ട്രാക്കിലായതിനു ശേഷം ഉടൻ കഗീസോ റബാഡ എറിയുന്ന ആ ഓവറിൽ 4 റൺസാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ മുംബൈ വീണ്ടും സ്ട്രഗിൾ അനുഭവിക്കുന്നു. സിറാജിന് ഒരു ഓവർ ബാക്കിയുണ്ട്. പിന്നെ
ആ സമയത്താണ് അശോക് ശർമ്മയെ ഇട്ടിട്ട് ഒരു ഓവറിൽ 3 6 2 4 അടിക്കുന്നത്, 26 റൺസ് അടിക്കുന്നത്. പ്രസീദ് കൃഷ്ണയുടെ അവസാനത്തെ ഓവർ, അതിന് തൊട്ട് മുമ്പ് ഇത് സിറാജിൻ്റെ ഓവറിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷേ പ്രസീദ് കൃഷ്ണയുടെ അവസാന ഓവറിൽ അടിച്ചിട്ടാണ് തിലക് വർമ്മ സെഞ്ചുറിയിൽ തുടർന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിൻ്റെ തേർഡ് സ്ലോട്ട് പിന്നെ മാറിക്കൊടുത്ത് തിലകിന് വേണ്ടി മാറിക്കൊടുത്താണെന്നാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ടോപ്പ് ഓർഡറിൽ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ തിലക് കുറച്ചുകൂടി വൈകി ഇറങ്ങുമ്പോൾ 5th പൊസിഷനിലോ 6th പൊസിഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം പിന്നെ എരിഞ്ഞെത്തുന്നു. ശരിക്കൊരു 14ാമത്തെ ഓവർ കഴിയുന്ന സമയത്ത് മുംബൈ 104-3 സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ മുംബൈയുടെ പ്രകടനം എന്താണോ അത് തന്നെയാണ്. പിന്നെ ഒരൊറ്റ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ ചിലപ്പോൾ ഗില്ല് പരിതപിക്കുന്നുണ്ടാവും. കാരണം കഗീസോ റബാഡയും ഇപ്പോൾ സിറാജിൻ്റെ എക്കോണമി 6 റാഷിദ് ഖാൻ്റെ എക്കോണമി 7 കഗീസോ റബാഡയുടെ എക്കോണമി 8. അതായത് അവരുടെ പ്രധാനപ്പെട്ട 3 ബോളർമാരുടെ എക്കോണമി 9 താഴെയാണ്. ബാക്കി ഈ പ്രസീദ് കൃഷ്ണയും പിന്നെ മറ്റയാളും കൂടെ കൊടുത്ത അശോക് ശർമ്മയും കൂടെ കൊടുത്ത റൺസാണ് ബാക്കിയുള്ളത് എന്നാണ്. മൊത്തം 12 മുകളിലാണ് എക്കോണമി. അപ്പോൾ നമ്മൾ ശരിക്കും മുംബൈ ഇന്ത്യൻസ് നടത്തിയ ഈ ടാക്ടിക്കൽ ഷഫിൾ വിജയം കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ ഓപ്പണിങ്ങിൽ നമുക്ക് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ബുംറയെ കുറിച്ച് പറഞ്ഞല്ലോ. ബുംറ കഴിഞ്ഞ IPL എലിമിനേറ്ററിലാണ് അവസാനമായ IPL ഒരു വിക്കറ്റ്. ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വരെ അതിനുശേഷം ഒരു 6 മത്സരങ്ങളിൽ വിക്കറ്റ്ലെസ് ആയൊരു ബുംറ ഭയങ്കരമായിട്ട് അദ്ദേഹം ഫ്രസ്ട്രേഷൻ തീർക്കുന്നൊക്കെ മൈതാനത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഒരു ഓവർ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ തട്ടി തെറിപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു ബുംറയൊക്കെ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഇന്നലത്തെ ആദ്യത്തെ വിക്കറ്റിന് ശേഷം സായ് സുദർശൻ്റെ വിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നെ നാളിതുവരെ നമ്മൾ കാണാത്ത പോലെ ബുംറ ഒരു സെലിബ്രേഷനൊക്കെ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജീവശ്വാസം അദ്ദേഹത്തിന് വീണ് കിട്ടിയതുപോലെ. സാധാരണഗതിയിൽ ബുംറ ഇതുപോലെ പല കൊലമ്പന്മാരെയും വീഴ്ത്തിയതിനു ശേഷം ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്ന അർത്ഥത്തിൽ പോകുന്ന ബുംറ ഇന്നലെ സായ് സുദർശൻ്റെ വിക്കറ്റിന് ശേഷം നടത്തിയ ആഹ്ലാദ പ്രകടനത്തിലുണ്ട് എല്ലാം എന്നാണ്. ഹാർദിക് പാണ്ഡ്യ ബാറ്റിങ്ങിൽ കുറച്ചുകൂടി പരാജയപ്പെട്ട സമയത്ത് ഇന്നലത്തെ മത്സരത്തിൽ ജോസ് ബട്ട്ലറെ വിക്കറ്റ് എടുത്തിട്ട് നിർണായകമായൊരു പിന്നെ സ്പെൽ അദ്ദേഹം എറിയുന്നുണ്ട്. അശ്വിനി കുമാർ ബട്ട്ലറുടെ വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. സാന്നർ വാഷിയെയും ഫിലിപ്സിനെയും ഒറ്റ ഓവറിൽ വീഴ്ത്തുന്നുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. മുംബൈ 46-3 ഇവർ 45-3. അപ്പം മുംബൈയുടെ പിന്നെ മിഡിൽ ഓർഡറാണ് കുറച്ചുകൂടി പിന്നെ കളി തിരികെ പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. അതേസമയം അവർക്കും അതുപോലെ തന്നെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ മുംബൈ ബോളേഴ്സ് ഭയങ്കരമായി ഇപ്പോൾ അശ്വിനി കുമാറിൻ്റെ പ്രകടനങ്ങളൊക്കെ എടുത്തു പറഞ്ഞല്ലോ. പവർ പ്ലേയിൽ ബുംറയും അശ്വിനി കുമാറും പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെയും ഇടപെടലുകൾ, അതുപോലെ തന്നെ പിന്നെ അശ്വിനി കുമാർ പിന്നെ അവസാന ഘട്ടത്തിലാണ് 4 വിക്കറ്റ് അദ്ദേഹം പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ്. ദീപക് ചഹാറിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ദീപക് ചഹാറിന് എന്തിനാണ് നമ്മൾ 1ാമത്തെ ഓവർ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആ പരീക്ഷണം പിന്നെ എതിർ ടീമുകളെ മൊമെൻറ്റത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ചോദ്യം. ഇപ്പോൾ രാജസ്ഥാനെതിരായ മത്സരത്തിലാണെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ തോറ്റ സമയത്താണെങ്കിലും പവർ പ്ലേയിൽ ആദ്യ ഓവറിൽ തന്നെ എതിരാളികൾക്ക് മൊമെൻറ്റം കൊടുത്തിട്ടാണ് അദ്ദേഹം പോറുള്ളത്. ഇന്നലത്തെ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ പിന്നെ ഒരു ഷിഫ്റ്റ് നടത്തുന്നു, ബുംറയെ കൊണ്ടുവരുന്നു. രാജസ്ഥാനെതിരെ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ റിസൾട്ട് ഒന്ന് മാറിയേനെ എന്നുപോലെ എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ 1ാമത്തെ ബോളിൽ തന്നെ വിക്കറ്റ് നേടുന്നതോടുകൂടി മുംബൈ ആ ആവേശത്തിലേക്ക് തിരിച്ചു. ഹാർദിക് പാണ്ഡ്യ ഇന്നലത്തെ മത്സരത്തിൽ പല മൊമെൻറ്റുകളായിക്കൊണ്ട് ഭയങ്കര ആവേശത്തിലായിരുന്നു അദ്ദേഹം. പിന്നെ ആ ഇന്നിങ്സിനിടെ അദ്ദേഹം വലിയ റൺസൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും തിലക് വർമ്മയെ ഓരോ 6-റിന് ശേഷം പോയിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിക്ക് ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണുള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ പ്രശ്നമുണ്ട് എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് നമ്മൾക്കുള്ളത്. പക്ഷേ അപ്പോഴും ഇന്നലെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി പിന്നെ നമ്മളിങ്ങനെ എടുത്ത് ഒരുപാട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ റൺസില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇപ്പോഴും വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാനിങ്ങനെ 200+ ഒന്നും ശരിക്കും ഒരു ഘട്ടത്തിൽ നമ്മൾ 200-ലേക്ക് എത്തും എന്നൊരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ തിലക് വർമ്മയുടെ സുപ്രധാനമായ റെക്കോർഡുകളിലൊന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഫേസിൽ ഡെത്ത് ഓവർ ഫേസിൽ, അതായത് 24 ബോളിൽ ഡെത്ത് ഓവർ ഫേസിൽ 24 ബോളിൽ 84 റൺസ് ഇതിനു മുമ്പ് IPL കരിയറിൽ ഒരാളും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത്രയും വലിയ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. സോ തിലക് വർമ്മ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ടാക്ടിക്കൽ ഷഫിളിൽ ലോകകപ്പിൽ തന്നെ നമ്മൾ ആ ക്രൈസ് അനുഭവിച്ച സമയത്ത് തന്നെ മുംബൈ മാനേജ്മെൻറ്റ് അത് മനസ്സിലാക്കണമായിരുന്നു ആദ്യത്തെ 2 മത്സരങ്ങളിൽ തന്നെ. സോ പിന്നെ ഈ കുറച്ചുകൂടി 5th-ലോ 6th-ലൊക്കെ അദ്ദേഹത്തെ ഇറക്കുന്നത് മുംബൈക്ക് ഇനിയും ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. ടോപ്പ് ഓർഡർ പൊളിഞ്ഞു വീണാൽ പോലും പിന്നെ ഇങ്ങനത്തെ ഒരുപാട് പിന്നെ വെട്ടിക്കെട്ട് ഐറ്റംസ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ബോളർമാർ പിന്നെ ഫോമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ഉണ്ടാവുക എന്നാണ് വിലയിരുത്തുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ അതിൽ തന്നെ ആരിസ് പറഞ്ഞു നിർത്തി തുടങ്ങാം. അപ്പോൾ സ്ട്രാറ്റജിക് ടൈം ഔട്ടിന് ശേഷം അവസാന 6 ഓവറിൽ 99 റൺസാണ് അടിക്കുന്നത്. അതിൽ തന്നെ തിലകിൻ്റെ ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 324 ആ സമയത്ത് തിലകിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. ഡെത്ത് ഓവറിൽ 300-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് അതും അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ അതിനകത്ത് നേടുന്നുണ്ട്, സെഞ്ചുറിയിലേക്ക് എത്തുന്നുണ്ട്. 22 ബോളിൽ 19 എന്ന നിലയിൽ നിന്നാണ്
പിന്നീട് ആ ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. 45 ബോളിൽ സെഞ്ചുറി അടിക്കുന്നു. അപ്പോൾ സ്ട്രാറ്റജി ടൈം ഔട്ടിൻ്റെ സമയത്ത് ജയവർദ്ധനയും പൊള്ളാടും വന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ എന്തോ കാര്യമായി ചൂടാവുന്നുണ്ട്. അപ്പോൾ മത്സരത്തിന് ശേഷം ഹാർദിക് പറയുന്നത് നമ്മളൊന്ന് ഭയങ്കര തെറി വിളിക്കും, നമ്മൾ ഈ കണ്ണൻ ക്രിക്കറ്റിൽ പറയല്ലോ അടിച്ച് കളിക്കണം എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് സാധനമെന്ന് കരുതും. പക്ഷേ ഹാർദിക് പാണ്ഡ്യ പറയുന്നത് വൈറ്റ് ദ ബോൾ ഹിറ്റ് ദ ബോൾ എന്ന് മാത്രമേ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളൂ. സ്ട്രാറ്റജിക് പ്ലാൻ ആയിരുന്നു. അതൊന്നല്ല എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഹാർദിക് പറയുന്ന വേറൊരു പോയിന്റ് കൂടിയുണ്ട്. തിലകിന് ഒരുപാടൊന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. തിലക് ക്ലാസിക്കൽ പ്ലെയറാണ്, ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. അവൻ്റെ ഗെയിം കളിച്ചാൽ തന്നെ നല്ല സ്കോർ നേടാൻ കഴിയുമെന്നുള്ളൊരു സാധനം ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ടായിരുന്നു. തിലകിന് പറഞ്ഞ പോലെ കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. 43 റൺസാണ് തൊട്ട് മുമ്പ് നടന്ന 5 കളിയിൽ നിന്ന് തിലക് നേടിയിട്ടുള്ളത്. ഈ ഒരൊറ്റ മത്സരമായപ്പോഴേക്ക് അദ്ദേഹം ട്രാക്കിലായി. ഇപ്പോൾ ഈ ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ്, കയ്യിൽ മരുന്നുള്ള പ്ലെയേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സഞ്ജു സാംസൺ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സഞ്ജുവിന് ട്രാക്കിലേക്ക് തന്നെ ഒരൊറ്റ മത്സരം മതി, പിന്നെ അങ്ങ് സെറ്റാവും. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസമുള്ള കാര്യം തന്നെയാണ് തിലക് ട്രാക്കിലായി. ഒപ്പം തന്നെ ബുംറ ഒരു വിക്കറ്റ് എടുത്ത് തുടങ്ങി എന്നുള്ളത്. ഇനി ബുംറയെ പേടിക്കുക തന്നെ വേണം. ഇതുവരെ എതിർ ടീം ഒരു ബഹുമാനം കൊടുത്ത് ബുംറയെ അങ്ങനെ ഒരു പരിധിക്കപ്പുറം അടിക്കാതെ അങ്ങ് നിർത്തുമായിരുന്നു. പക്ഷേ ഇനി ബുംറയെ പേടിക്കണം. ബുംറ വിക്കറ്റ് എടുത്ത് തുടങ്ങി, അത് എതിർ ടീമിന് കൃത്യമായൊരു വാർണിംഗ് തന്നെയാണ്. അപ്പം തന്നെ മുംബൈ ഇന്ത്യൻസ് കിരീടം നേടിയിട്ടുള്ള സമയങ്ങളിലെല്ലാം വളരെ മോശം അവസ്ഥയിൽ നിന്ന് പോയൊരു സമയം. ഇപ്പോൾ തൊട്ട് മുമ്പ് കിരീടം നേടിയ സമയത്ത് പോലും തുടരെ 5 മത്സരം തോറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു പഴയ കമ്പാരിസണൊക്കെ വെച്ചിട്ട് MI ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഞങ്ങളുടെ ടൈമാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. ഒപ്പം തന്നെ MSK ഇനിയിപ്പോൾ മുംബൈ പറഞ്ഞ പോലെ നമ്മൾ പേടിക്കാൻ വേണം ഇനി ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ. തീർച്ചയായിട്ടും മുംബൈ പിന്നെ ഇപ്പോൾ വാരിസ് നേരത്തെ പറഞ്ഞ പോലെ ഈ ബുംറയുടെ പിന്നെ ഈ ഹാർദിക് പാണ്ഡ്യയുടെ ഈ ആഘോഷം ഉണ്ടല്ലോ, അദ്ദേഹം ഈ പ്രസൻറ്റേഷൻ സെറമണിയുടെ സമയത്ത് അത് പറയുന്നുണ്ട്. അതായത് ഞാൻ കുറച്ച് പിന്നെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വന്നത്, അതായത് ഭയങ്കര ആനിമേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും അത് ടീമിന് ആവശ്യമായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ദീപക് ചഹാറിന് ഇട്ടിട്ട് ആ മൊമെന്റ് ഹാരിസിനുള്ള മറുപടി കൂടി ഇന്നലെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അല്ല, അതില് അദ്ദേഹം പറയുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. അതായത് ബുംറ ഇതിനു മുമ്പ് കളിച്ച 138 മത്സരങ്ങളോ അങ്ങനെയുള്ള ഒരു മത്സരങ്ങളിൽ വെറും 8 തവണ മാത്രമാണ് ഇദ്ദേഹം ഫസ്റ്റ് ഓവർ എറിഞ്ഞിട്ടുള്ളത് എന്നാണ് ഹാർദിക് പാണ്ഡ്യ പറയുന്നത്. അത് അദ്ദേഹം പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് തന്നെ പറയാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ഹാർദിക് പാണ്ഡ്യ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. ബുംറയെ പോലൊരു ലോകോത്തര ബോളറെ പിന്നെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, ഫസ്റ്റ് ഓവർ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള ലൈനിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 8 പ്രാവശ്യം മാത്രമാണ് അദ്ദേഹത്തെ ആദ്യ ഓവർ എറിയിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു ചരിത്രമൊക്കെ വെച്ചിട്ട് ഞാൻ മാത്രമല്ല മുമ്പുള്ള ക്യാപ്റ്റന്മാരും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തതെന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അതൊരു പിന്നെ മേ ബി അതൊരു പിന്നെ അത് ഈ ബുംറയെ പോലുള്ള ഒരു ബോളറെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എവിടെ വേണമെങ്കിലും വിക്കറ്റ് ടേക്കറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഫസ്റ്റ് ഓവറിൽ തന്നെ സായി സുദർശൻ്റെ വിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. സായി സുദർശൻ എന്ന താരം കഴിഞ്ഞ IPL ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറായിരുന്നു, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായിരുന്നു. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ അതേ ഒരു ഫോമൗട്ടിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ പോലും. കാരണം എനിക്ക് തോന്നുന്നൊരു കാര്യം, മറ്റ് ടീമിൻ്റെ ഓപ്പണേഴ്സൊക്കെ 200+ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് മേ ബി സായി സുദർശനിൽ അതൊരു സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം സായി സുദർശൻ കുറച്ചുകൂടി ക്ലാസിക്കൽ രീതിയിൽ അല്ലെങ്കിൽ ഗില്ലിൻ്റെ പോലെ തന്നെ കളിക്കുന്ന ഒരു താരമാണ്, അഗ്രസീവ് ഹിറ്റർ അല്ല. ഈ IPL നോക്കുമ്പോൾ ഓപ്പണേഴ്സ് വൈഭവ് സൂര്യവംശി ആവട്ടെ, പ്രിയാൻ ഷാരി ആവട്ടെ, മറ്റുള്ളവർ യശസ്വി ജയ്സ്വാൾ ആവട്ടെ, അവരൊക്കെയും ഒരു 200+ സ്ട്രൈക്ക് റേറ്റിലാണ് കളിക്കുന്നത്. അപ്പം സായി സുദർശൻ ഈ IPL ആ ഒരു സമ്മർദ്ദം, അതായത് ഈ പിന്നെ മറ്റുള്ളവരുടെ കളി കണ്ടോ അല്ലെങ്കിൽ പിന്നെ 200 സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളത് അദ്ദേഹത്തിനൊരു സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സ്ട്രൈക്ക് റേറ്റ്, അതായത് നമ്മൾ നേടിയ റൺസുകളെക്കാൾ ഉപരി സ്ട്രൈക്ക് റേറ്റ് ആണ് പ്രധാനം എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ IPL ഫീൽഡിലും അത് T20 ക്രിക്കറ്റിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ബുംറയുടെ ആഘോഷം, ഇതേപോലുള്ള ആഘോഷം ഞാൻ ചരിത്രത്തിലേക്കൊന്ന് കടന്നു പോട്ടെ. രാഹുൽ ദ്രാവിഡ് ഇതേപോലെ ഒരുപാട് റൺസ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഇടയ്ക്കൊരു റൺസ് പിന്നെ ഈ ഇംഗ്ലണ്ടിലൊരു ടെസ്റ്റ് മത്സരത്തിൽ റൺസ് എടുത്തതിന് ശേഷം ബാറ്റ് ഇങ്ങനെ പൊക്കുന്നുണ്ട്. അപ്പം കാണികളെല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിക്കുന്ന ഒരു സീൻ, 32 ബോളിലോ 40 ബോളിന്. അതെ. അപ്പൊ അങ്ങനെ ഒരു സീനുണ്ട്. അപ്പം ബുംറയുടെ അദ്ദേഹം എത്രത്തോളം വിക്കറ്റുകൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഈ പിന്നെ ഗുജറാത്തിൻ്റെ ടോപ്പ് ഓർഡറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ മുംബൈയുടെ ടോപ്പ് ഓർഡറിൽ ശരിക്കും സ്റ്റിൽ പ്രശ്നങ്ങളോടെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ ഈ 14ാം ഓവറിന് ശേഷം നടത്തിയ ഒരു ഷിഫ്റ്റിലാണല്ലോ ഈ മത്സരം 200ലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇവർ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ ഒരു മത്സരത്തിൽ ആദ്യമായിട്ട് KKR ജയിച്ച ആ മത്സരത്തിൽ മാത്രമാണ് തോന്നുന്നു 2
പിന്നെ ഓപ്പണർമാരും നന്നായി ഒരുമിച്ച് ഡെലിവറി ചെയ്ത് റിക്കിൾട്ടണും രോഹിത് ശർമ്മയും. പിന്നെ ഉള്ള മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷിഫ്റ്റുകൾ നടത്തുന്നു. ഡീകോക്ക് വരുന്നു, ഡീകോക്ക് നന്നായി ഒരു മത്സരത്തിൽ പെർഫോം ചെയ്യുന്നു, ആ മത്സരത്തിൽ റിക്കിൾട്ടൺ പെർഫോം ചെയ്യുന്നില്ല. ഇന്നലെ ഡാനിഷ് മലബാറിനെ കൊണ്ടിരുന്നു, ഡാനിഷ് മലബാർ പെർഫോം ചെയ്യുന്നില്ല, ഡീകോക്കും വീണ് പോകുന്നു. സോ ടോപ്പ് ഓർഡർ ശരിക്കും യഥാർത്ഥത്തിൽ T20 മൈതാനങ്ങളിൽ ടോപ്പ് ഓർഡറിന് വലിയ റോൾ ഉണ്ട് എന്നുള്ളത് റിയാലിറ്റി ആയിരിക്കും തന്നെ. സമീപകാലത്തും IPL നമ്മൾ ടോപ്പ് ഓർഡർ പൊളിഞ്ഞു പോയാലും പിന്നെ വരുന്ന ബാറ്റർമാർക്ക് ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ പവർ പ്ലേ മൊമെന്റം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഇന്നലത്തെ മത്സരത്തിൽ 47 മറ്റോ ആണ് പവർ പ്ലേയിൽ. എന്നാൽ മിഡിൽ ഓവറുകളിലും ഡെത്ത് ഓവറിലും അവർ 76 77 എടുക്കുന്നുണ്ട്. എന്നിട്ടാണ്, അതായത് പവർ പ്ലേയിൽ ശരിക്കും അഡ്വാൻറ്റേജസ് ഉണ്ട് ബാറ്റർമാർക്ക്, എന്നിട്ട് പോലും അവർക്ക് 47 സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നിരിക്കെ ഏറ്റവും സ്ട്രഗിൾ അനുഭവിക്കുന്ന ഡെത്ത് ഓവറുകളിലും അതിൻ്റെ ഇടയിൽ മിഡിൽ ഓവറുകളിലും നന്നായി സ്കോർ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. പല മത്സരങ്ങളും നമ്മളിത് കാണുന്നുണ്ട്. കൊൽക്കത്തയുടെ കഴിഞ്ഞ മത്സരത്തിൽ അവർ പവർ പ്ലേയിൽ ഭയങ്കരമായി പരാജയപ്പെട്ടിട്ട് അവർ മിഡിൽ ഓവറുകളിൽ 111 റൺസ് എടുക്കുന്നുണ്ട്. ആ ഗ്രീനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തൊരു ഘട്ടമുണ്ടായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഡെത്ത് ഓവറുകളിൽ 1 റൺസാണ് ഗുജറാത്ത് എടുത്തേക്കുന്നത്, 2 വിക്കറ്റും. അതായത് ആ ഘട്ടത്തിൽ അവർ മൊത്തത്തിൽ കളി തീർന്നുണ്ട്. സോ പിന്നെ പവർ പ്ലേയിൽ മുംബൈയും അവരും ഒരേപോലെ ആയിരുന്നു, 3 വിക്കറ്റ് എന്ന ഘട്ടത്തിലായിരുന്നു. അതെ. അപ്പോൾ ബാറ്റിംഗ് സ്ട്രെങ്ത്, ബാറ്റിംഗ് ഡെപ്തിനും ഭയങ്കര റോളുണ്ട് എന്ന് മനസ്സിലാക്കണം. ശരിക്കും ഗുജറാത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ MSK പറഞ്ഞ പോലെ തന്നെ ഗുജറാത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായിരിക്കും. ഇതേ പ്രശ്നം രാജസ്ഥാൻ അനുഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഇപ്പോൾ 4 കളി ജയിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ വൈഭവും ജയ്സ്വാളും എപ്പോൾ നേരത്തെ പുറത്താവുന്നോ അപ്പോൾ അവർ എക്സ്പോസ്ഡ് ആവും എന്നുള്ളതാണ്. സോ ഡെപ്ത് ഫസ്റ്റ് 3 എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് 3 ബാറ്റേഴ്സ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മേ ബി ഈ മുൻനിര തകർന്നതിന്റെ കാരണം ഈ ടീമുകളിലും എല്ലാ ടീമുകളും ഒരു ജിതേഷ് ശർമ്മയെ പോലുള്ള മുൻനിരക്ക് തകരട്ടെ, എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഹീറോ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുള്ള അവരുടെ പ്രാർത്ഥനയാണെന്നുള്ളത് ഒരു ചോദ്യ വിഷയമാണ്. അവൻ നമൻതീറിന്റെ പ്രകടനം എടുത്ത് പറയണം തോന്നുന്നു. നമൻതീർ കഴിഞ്ഞ നമൻതീർ നല്ലൊരു ക്യാച്ച് എടുത്തിരുന്നില്ല, ഒരു മറ്റേ ബൗണ്ടറി ലൈൻ നമ്മളിപ്പോ ഒരു പിന്നെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന മാങ്ങയൊക്കെ നമ്മളിങ്ങനെ ചാടി പിടിക്കുമല്ലോ, അപ്പൊ അങ്ങനത്തെ ഒരു ക്യാച്ച് എടുത്തിരുന്നു. എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാച്ചുകളിലൊന്നാണ്. ഗ്ലെൻ ഫിലിപ്സിന്റെ ഒരു ഗംഭീര ബൗണ്ടറി ഡൈവ് ഉണ്ടായിരുന്നു. സ്വാതി ഡൈവ് ആയിരുന്നത്, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. പക്ഷെ എന്ത് ഡൈവിംഗ് ആയിരുന്നത്! അത് എല്ലാ മത്സരത്തിലും അദ്ദേഹത്തിന്റെ ഒരു മുഴുനീള ബൗണ്ടറി സേവ്, അത് വെച്ചിട്ട് വേൾഡ് കപ്പ് ഫൈനലിൽ ഉണ്ടായിരുന്നു. എത്ര റീലുകളാണ് ആ ഒരു ദിവസം തന്നെ ഇറങ്ങുന്നതെന്ന് അറിയാം. പിന്നെ ഈ വാഷിംഗ്ടൺ സുന്ദറിന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. കാരണം സുന്ദറിന് 1 ഓവർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സുന്ദർ നന്നായിട്ട് സുന്ദറിന്റെ ബാറ്റിങ്ങിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ബോളിംഗ് ആണ്. പക്ഷെ സുന്ദറിന് കഴിഞ്ഞ മത്സരത്തിൽ ആകെ 1 ഓവർ മാത്രമാണ് നൽകിയിരിക്കുന്നത്. കുറച്ചുകൂടി സുന്ദറിനൊക്കെ യൂസ് ചെയ്യാൻ ഈ ഗുജറാത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും. അപ്പം തന്നെ ഡാനിഷ് മലബാറിനെ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഡാനിഷ് മലബാറിന് ഒരു വിധം മലയാളികൾക്കൊക്കെ ചെറിയൊരു ഓർമ്മ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. രഞ്ജി ഫൈനലിൽ വിദർഭയും കേരളം ആദ്യമായിട്ട് രഞ്ജി ഫൈനലിൽ എത്തിയ മത്സരത്തിൽ വിദർഭയും കേരളമായിരുന്നല്ലോ അന്ന് ഫൈനൽ കളിച്ചത്. സച്ചിൻ ബേബി കേരളത്തിന്റെ അതെ ഔട്ടായ മത്സരം. അന്ന് വിദർഭയ്ക്ക് അന്ന് പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് ഡാനിഷ് മലബാർ ആയിരുന്നു. ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം 153 അടിക്കുന്നുണ്ട്, സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു 70+ സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ആ ഫൈനലിൽ 200+ അടിച്ചുകൊണ്ടാണ് കേരളത്തിനെ അദ്ദേഹം പരാജയപ്പെടുന്നത്. പ്ലെയർ ഓഫ് ദ മാച്ചും ഡാനിഷ് മലബാർ ആയിരുന്നു. ഡാനിഷ് മലബാർ ഒരു അഭിമുഖം ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാനിഷ് മലബാർ സ്വാഭാവികമായിട്ടും പക്ഷേ IPL ഒരു ചൂടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ലോങ് ഫോർമാറ്റിൽ കിടിലൻ പ്ലെയറാണ്, ഭയങ്കര സ്റ്റാൻഡ് ഇത് കളിക്കുന്ന യങ്ങറാണ്. പക്ഷേ ഇതിൽ IPL ഒരു വെള്ളിത്തെളിച്ചത്തിലേക്ക് വന്നപ്പോൾ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ പോലെ തോന്നി. പിന്നെ റബാദയെ മുമ്പിൽ അധികം ഒന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത മത്സരങ്ങളിൽ സമയം എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരട്ടെ. ക്വാളിറ്റി പ്ലെയറാണ്. CSK വേഴ്സസ് മുംബൈ ആണ്. അന്ന് രണ്ടി പൊട്ടും ടാക്ടിക്സിൽ. ഇപ്പൊ ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അപ്പൊ മുംബൈ ഏറെക്കുറെ ഡിസ്കഷൻ തീർന്നോന്ന് തോന്നുന്നു അല്ലെ? ഇപ്പൊ SRH വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. എന്താവും MSK? SRH വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും ഏതാണ്ട് ഒരേപോലെ നിൽക്കുന്ന ടീമുകളാണ്. വിജയങ്ങളായാലും പിന്നെ അവരുടെ നിർഭാഗ്യങ്ങളായാലും എല്ലാം കൊണ്ടും ഒരേപോലെ നിൽക്കുന്ന ടീമാണ്. ഒന്ന് മില്ലറിൻ്റെ അവസാന നിമിഷത്തെ ആ ഒരു ബ്ലണ്ടർ കാരണം ഒരു മത്സരം തോറ്റു. പക്ഷേ മില്ലർ അടുത്ത കളി ഇതേപോലെ ജയിപ്പിച്ച് ഇതിലേക്ക് എത്തിച്ചു. SRH ഇതുപോലെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് അവരും ഒരു വിജയ വഴിയിലേക്ക് എത്തി നിൽക്കുകയാണ്. പിന്നെ മാത്രമല്ല ഈ അടുത്ത മത്സരം കൂടി കഴിഞ്ഞാൽ അതിനടുത്ത മത്സരത്തിലേക്ക് കമ്മിൻസ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കമ്മിൻസ് ഒരു ഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 24 ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചെത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് എന്തായാലും പിന്നെ SRH ഈ 2 ടീമുകൾ നോക്കുമ്പോൾ അഭിഷേക് ശർമ്മ ഫോമിലേക്ക് എത്തി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അഭിഷേകിന്റെ ഫോമും മറ്റൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വരും, ഒരു ബൗണ്ടറി അടിക്കും, ഒരു 50 അടിക്കും, പിന്നെ 2 മത്സരം വീണ്ടും ഗോൾഡൻ. അഭിഷേക് കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഇതൊരു ലോങ് രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. എന്തിനാണ്
പിന്നെയുള്ളത് ഇഷാൻ കിഷന്റെ ക്യാപ്റ്റൻസിയും ഒരുപാട് മെച്ചപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ SRH ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഞാൻ സാധാരണ പ്രവചനങ്ങൾക്ക് മുതിരാറില്ല, പക്ഷേ ഞാൻ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം നിൽക്കുകയാണ്. എനിക്ക് കുറച്ചുകൂടി പിന്നെ ഇവരെക്കാൾ ബോളിംഗ് സ്ട്രെങ്ത്തും കുറച്ചുകൂടി പിന്നെ ബാലൻസ്ഡ് ആയ ടീമായിട്ട് ഡൽഹിയാണ് തോന്നുന്നത്. SRH ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ക്ലാസൻ ടോപ്പ് 5 ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ടിം ഡേവിഡിൻ്റെ ഫോം ശരിക്കും അവർക്ക് ക്രൈസാണ്. അഭിഷേക് ശർമ്മ പിന്നെ അദ്ദേഹം കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയോ എന്നുള്ള ചോദ്യം ട്രാവിസ് ഹെഡ്. അപ്പോൾ അഭിഷേക് ശർമ്മ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയോ എന്നുള്ള പിന്നെ ചോദ്യം അവിടെ നിലപ്പുണ്ട്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ അവരുടെ ബോളേഴ്സാണ് ശരിക്കും യഥാർത്ഥത്തിൽ അവരെ കളി ജയിപ്പിച്ചത് എന്ന് പറയേണ്ടി വരും. അതായത് ക്ലാസിനും അഭിഷേകും 50 അടിച്ച സമയത്തും പിന്നെ അവരുടെ ബൗളർമാരുടെ പ്രകടനമാണ് അവർക്ക് വിജയം കൊണ്ട് നൽകിയത്. അപ്പോൾ ദ സെയിം ടൈം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മളെടുത്ത് നോക്കണം. അവരതുപോലെ തന്നെയാണ് എങ്കടിയുള്ള, കുൽദീപ് യാദവുള്ള, അക്ഷർ പട്ടേലുള്ള. അതേസമയം തന്നെ ബാറ്റിംഗ് ഡെപ്ത് നോക്കുമ്പോഴും മില്ലർ വരെ നീണ്ടു കിടക്കുന്ന കുറച്ചുകൂടി ഫോം ഒരു കൺസേൺ ആണെന്ന് തോന്നുന്നു ബാറ്റിംഗിലല്ലേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയി തോന്നുന്ന ടീം ഡൽഹിയാണ്. സോ ഞാൻ ഡൽഹിക്കൊപ്പം നിൽക്കുന്നു. കളി നടക്കുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ സ്വന്തം കാണികൾക്ക് മുമ്പിൽ ഹൈദരാബാദ്, എനിക്ക് ഡൽഹിയേക്കാളും കുറച്ചുകൂടി ഇഷ്ടമുള്ള ഒരു ടീം ഹൈദരാബാദാണ്. അതുകൊണ്ട് ഹൈദരാബാദ് ജയിക്കട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ അത് ആരയിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ RCB കപ്പടിക്കണം എന്നിട്ടേ ഉള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അല്ല, MSK പ്രവചിച്ചില്ല, അപ്പോൾ ഡൽഹി. അതെന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും ഉണ്ടാവും പ്രവചനങ്ങളും പ്രതീക്ഷകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. അടുത്ത മത്സരത്തിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. നമസ്കാരം.